ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംയുക്ത പോരാട്ടത്തിനായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും 5 സംസ്ഥാനങ്ങളിൽ സീറ്റു ധാരണയിലെത്തി. ഡൽഹിയിൽ 4:3 അനുപാതത്തിലാണ് സീറ്റ് പങ്കിടുന്നത്. ഗുജറാത്ത്, ഹരിയാന, ഗോവ, ചണ്ഡീഗഡ് സംസ്ഥാനങ്ങളിലും സീറ്റ് ധാരണയായി. ഡൽഹിയിൽ കെജ്രിവാളിന്റെ പാർട്ടി 7-ൽ 4 സീറ്റിൽ മത്സരിക്കും. വെസ്റ്റ് ഡൽഹി, സൗത്ത് ഡൽഹി, ഈസ്റ്റ് ഡൽഹി, ന്യൂഡൽഹി എന്നിവിടങ്ങളിലാണ് AAP മത്സരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹി, നോർത്ത് വെസ്റ്റ് ഡൽഹി, ചാന്ദിനി ചൗക്ക് എന്നീ മണ്ഡലങ്ങളിൽ കോൺഗ്രസും. 2019 തെരഞ്ഞെടുപ്പിൽ BJP 7 സീറ്റിലും ജയിച്ചിരുന്നു. അന്ന് കോൺഗ്രസും AAPയും ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. 5 കോൺഗ്രസും 2 AAPയും രണ്ടാമതെത്തി. 2004 കോൺഗ്രസ് 6 സീറ്റും BJP 1 സീറ്റും നേടി. 2009 7 സീറ്റും കോൺഗ്രസിനായിരുന്നു. ഇരു പാർട്ടികളും സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സീറ്റ് ധാരണ പ്രഖ്യാപിച്ചത്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിലെ AAP കോൺഗ്രസ് സഖ്യ വിജയത്തിന് ശേഷമുള്ള പുതിയ ധാരണ ഇന്ത്യ സഖ്യത്തിന് ആവേശം പകരുന്നതാണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തങ്ങളുടെ ചിഹ്നത്തിൽ വോട്ട് തേടുമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുമെന്ന് വാസ്നിക് പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരായ പ്രതികൂല വെല്ലുവിളികളെ ചെറുക്കാനാണ് സീറ്റ് പങ്കിടൽ കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കി. കോൺഗ്രസ് AAP സീറ്റ് പങ്കിടൽ ഗുജറാത്തിൽ ആകെയുള്ള 26 സീറ്റുകളിൽ 24 എണ്ണത്തിൽ കോൺഗ്രസ് മത്സരിക്കും. 2 സീറ്റിൽ ഭറൂച്ച്, ഭാവ്നഗർ AAP മത്സരിക്കും. ഹരിയാനയിൽ കോൺഗ്രസ് 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ AAP കുരുക്ഷേത്രയിലും മാറ്റുരയ്ക്കും. ഗോവയിലെ 2 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. ചണ്ഡീഗഡിലെ ഏക മണ്ഡലത്തിലും കോൺഗ്രസ് മത്സരിക്കും. പഞ്ചാബിൽ 13 ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുമെന്ന് ഭരണകക്ഷിയായ AAP നേരത്തെ പറഞ്ഞിരുന്നു. സൗത്ത് ഗോവയിൽ AAP നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പിന്നീട് സഖ്യകക്ഷികൾക്ക് വേണ്ടി പിൻവലിച്ചു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ സംബന്ധിച്ച സസ്പെൻസ് തുടരുന്നതിനിടെ പ്രതികരണമായി ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിരുന്നു. 1-2 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാമെന്ന് ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു. എന്തുകൊണ്ടാണ് സീറ്റ് വിഭജനത്തിൽ കാലതാമസമുണ്ടായതെന്ന ചോദ്യത്തോട് പ്രതികരിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഡൽഹിയിൽ AAP കോൺഗ്രസ് സഖ്യം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്നായിരുന്നു മറുപടി. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിൽ 1 മാത്രം കോൺഗ്രസിന് ആം ആദ്മി പാർട്ടി വാഗ്ദാനം ചെയ്തതിനെ തുടർന്നാണ് ഇന്ത്യ മുന്നണി പാർട്ടികൾക്കിടയിൽ സംഘർഷം രൂക്ഷമായത്. മെറിറ്റ് അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി ഡൽഹിയിൽ 1 സീറ്റ് പോലും അർഹിക്കുന്നില്ല. എന്നാൽ സഖ്യത്തിന്റെ ധർമ്മം മനസ്സിൽ വെച്ചാണ് ഞങ്ങൾ അവർക്ക് ഡൽഹിയിൽ 1 സീറ്റ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് AAP MP സന്ദീപ് പഥക് കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. ഡൽഹിയിലെ ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസിന് കാലിടറിയില്ലെന്ന പാർട്ടിയുടെ വാദത്തെയും പഥക് വിമർശിച്ചു. ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് 0 സീറ്റുകളാണുള്ളത്. MCD തെരഞ്ഞെടുപ്പിൽ 250-ൽ 9 സീറ്റാണ് കോൺഗ്രസ് നേടിയതെന്നും അദ്ദേഹം പറഞ്ഞു.